ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സൂപ്പർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ ഫില്ലിങ്, പറയാനേ വയ്യ, അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2 പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്നാക്സ് ഈസി ആയിട്ട് നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ സ്നാക്സിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അത് എത്രമാത്രം ടേസ്റ്റ് ആയിരിക്കും എന്നുള്ള. അതിൻ്റെ ഫില്ലിങ്സൊക്കെ കാണുമ്പോൾ തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അത് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 നല്ലോണം പഴുത്ത പഴമാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാനുള്ളതാണ് കേട്ടോ. നല്ലോണം വെന്തോട്ടെ, നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെന്ത് കിട്ടണം. നമ്മളിങ്ങനെ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അത് നല്ലോണം വെന്തിക്കണം. അപ്പോൾ ഞാൻ നമ്മൾ ഈ പാത്രമൊക്കെ എടുക്കുന്ന സാധനമില്ലേ, അതിൻ്റെ ഈ ബാക്ക് ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടെന്നുള്ളത് ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഈ ബാക്ക് ഭാഗം തന്നിട്ടുള്ളത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ കുത്തിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ. നമുക്ക് എണ്ണ പൊരിച്ച കടിയായാലും എണ്ണയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ചൂടുവെള്ളത്തിൽ നിന്നോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് ഭാഗമായിട്ട് എടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ നല്ലോണം ഉടച്ചെടുത്തിക്കണം കേട്ടോ. അതിൻ്റെ തരിയൊന്നും ഇല്ലാതെ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നല്ലോണം സ്മൂത്തായിട്ട് ഉടച്ചെടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഇതാ 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം, ഇപ്പോൾ കൈയായിട്ട് കുഴക്കാൻ കഴിയൂല കേട്ടോ, നല്ലോണം ചൂടാണ്. അപ്പോൾ ഞാനിത് ചൂടോടെ തന്നെയാണ് ചെയ്യണത്. ഈ പഴം ചൂടാറിയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് നേരം വൈകിയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര തലവേദന ഇരുന്നിട്ട് വന്നു ഉച്ചക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി സെറ്റായി വന്നതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനും നിന്നിട്ടുള്ളത്. അപ്പോൾ ചൂടൊന്ന് ഇത്തിരി കുറഞ്ഞതിൻ്റെ ശേഷം അത് നല്ലോണം നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഒട്ടിപ്പിടിക്കണമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പും 2 ടീസ്പൂണും അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറവാണെന്ന് തോന്നുന്നു, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി പാലോ ചുടുവെള്ളം എന്തെങ്കിലും ഒന്ന് നേരിയത് കൂട്ടി കൊടുത്തുക്കാണ്ട്, ചുടുവെള്ളം വേണമെന്നില്ല, പച്ചവെള്ളം തന്നെ കൂട്ടി കൊടുത്തുക്കാണ്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പാലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അതുകൊണ്ട് ഞാൻ പാലാണെന്ന് പറഞ്ഞതാണ്. ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, വെള്ളം തന്നെ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിവിടെ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും ഒന്നും ആവശ്യം വന്നിട്ടില്ല. അല്ലാതെ തന്നെ നല്ലോണം മാവ് സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കൂല, അതൊരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ അതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് തന്നെ വേണമെന്നില്ല, നിലക്കടല വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മളെ കയ്യിലുള്ള എന്ത് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കട്ടോ. എന്ത് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കുക വെച്ചാൽ നട്ട്സ് ഐറ്റംസ് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക. ബദാമോ അണ്ടിപ്പരിപ്പോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. അപ്പോൾ ഞാൻ അത് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഈന്തപ്പഴം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അത് അതിലേക്ക് തന്നെ ഒരു 1/2 കപ്പിനെക്കാട്ടി ഇത്തിരിയും കൂടി ഉണ്ടാവും തേങ്ങ ചിരണ്ടിയിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നല്ലോണം അങ്ങോട്ട് വഴറ്റിയിട്ട് ഡ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. ആ തേങ്ങയത്തെ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ഇങ്ങോട്ട് ആ നെയ്യൊക്കെ ഒന്ന് അതിൽ പിടിച്ച് കിട്ടിയിട്ട് ഒന്ന് ആ തേങ്ങൻ്റെ ഉള്ളിൽ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, അതൊന്ന് വറ്റി വരണം, അത്രയും മതി. അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി സെറ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. ഓരോരുത്തരും മധുരത്തിൻ്റെ ഇഷ്ടം വേറെ വേറെ ഇക്കാരം. ചില വീട്ടിൽ ഒരുപാട് മധുരം ഉപയോഗിക്കണവരാവും, ചില വീട്ടിൽ കുറച്ച് മധുരം ഉപയോഗിക്കണവരാവും. അപ്പോൾ മധുരത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ര മതി എന്നുണ്ടെങ്കിൽ അത്ര ഇട്ട് കൊടുക്കുക. അതൊരു നല്ലൊരു മധുരമാണ് കേട്ടോ, നല്ലോണം ഓവറും ഇല്ല
നന്നായിട്ട് കുറവുമില്ല. പിന്നെ 1 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയിട്ട് ഇനി ഇതൊന്ന് 4 ഭാഗത്തേക്കൊന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുത്തത്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. കോഴിമുട്ട ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുത്തിട്ട് നല്ലോണം ഉടച്ചെടുത്തിട്ട് സെറ്റാക്കി എടുക്കണം. നമ്മളിങ്ങനെ ചിക്കി പൊരിച്ചെടുക്കൂലേ, അതേമാതിരി ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നാകി വിരകി എടുത്ത മാതിരി ആവും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാനാണ് നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യണമെന്ന് പറയണത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ തീ നല്ലോണം കൂട്ടി വെച്ചിട്ടാണ് ചെയ്യണത്, ഫ്ലെയിം കുറച്ചൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഇതേമാതിരി ആക്കിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇതിങ്ങനെ പൊരിച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ വരൽ. കോഴിമുട്ടൻ്റെയും തേങ്ങൻ്റെയും നെയ്യിൻ്റെയും ഏലക്കായ് പൊടിച്ചിൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, നല്ല അടിപൊളി സഹിക്കാൻ കഴിയാത്തൊരു മണമാണ് കേട്ടോ വരൽ. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നമുക്ക് ഇതൊന്നിച്ച് ഫില്ലിങ്സ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്തിരി തണുത്ത് വരട്ടെ. അപ്പോഴത്തേന് നമുക്കിതാ മാവൊന്ന് സെറ്റാക്കി എടുക്കാണ്ട് ഇത് നമ്മൾ 2 ഉരുളകളാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഒരേ അളവിലുള്ള 2 ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിത് വാഴൻ്റെ ഇലയിലാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചില വീട്ടിലും പിന്നെ ടൗണിലൊക്കെ താമസിക്കണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഴൻ്റെ ഇല ഉണ്ടാവില്ല. അപ്പോൾ അയച്ചിട്ട് ബേജാറാവൊന്നും വേണ്ട. ബട്ടർ പേപ്പർ ഉണ്ടാവില്ലേ, ബട്ടർ പേപ്പറോ അലൂമിനിയത്തിൻ്റെ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. വാഴൻ്റെ ഇല തന്നെ വേണമെന്നില്ല. പക്ഷേ വാഴൻ്റെ ഇല എടുക്കുമ്പോൾ ഈ വാഴൻ്റെ ഇല നല്ല വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണം കഴിക്കാറില്ല. അപ്പോൾ അത് ഒന്നും കൂടെ സൂപ്പറാണ് കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴൻ്റെ ഇല തന്നെ എടുത്തോണ്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ. നമ്മൾക്കിത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാഴൻ്റെ ഇല എടുത്തിട്ടുള്ളത്. ഇനി ഇതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. കോയിലേറ്റ് തന്നെ പരത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യേറ്റ് വേണമെന്നുണ്ടെങ്കിലും പരത്തി കൊടുക്കുക. പക്ഷേ കോയിലേറ്റ് പരത്തുമ്പോൾ നല്ലൊരു വൃത്തി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോയിലേറ്റ് പരത്തി കൊടുക്കുന്നത്. സിമ്പിളായിട്ട് പണി കഴിയും ചെയ്യും പെട്ടെന്ന്, നമ്മളിങ്ങനെ പരത്തി ഇരിക്കണ്ടല്ലോ. എന്നിട്ട് ഇതിൻ്റെ അരികൊക്കെ ഒന്ന് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൻ്റെ അളവിലാണ് ചെയ്യണത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എടുക്കണ പാത്രം ഏതാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കുക. പിന്നെ അതാ രണ്ടാമത്തെ ഇത് എടുത്തിട്ട് ഞാനിതൊന്ന് ആദ്യം ഒന്ന് വാട്ടിയിട്ടുണ്ട് കേട്ടോ. ഇല ഒന്നും പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തീയിൽ കാണിച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തേക്കണം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒടിഞ്ഞിട്ടും പൊട്ടിയിട്ടൊന്നും പോലെ ഇല നല്ല അതിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തും ഇതേമാതിരി തന്നെ പരത്തി സെറ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു എന്താ പറയുക, മാവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പഴമാണല്ലോ കൂടുതലും ചേർത്തിട്ടുള്ളത്. അരിപ്പൊടി എന്ന് പറഞ്ഞത് ഒരു 1/2 കപ്പ് മാത്രമല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ പഴം പുഴുങ്ങിയതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ചുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുമ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൊണ്ട് ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണും കൂടി ഓളൊന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണ്ടേ. അവരെല്ലാവരും ഇതേമാതിരത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരമൊക്കെ നല്ലോണം ആസ്വദിക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഈ ഫില്ലിങ്സ് മൊത്തമായിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. പതുക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോൾ പരന്നിട്ട് 4 ഭാഗത്തേക്കും പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ നടുവിൽ മാത്രം വെച്ചെടുത്താൽ 4 അരികിലേക്ക് അങ്ങോട്ട് വെക്കണ്ട കേട്ടോ. നമുക്ക് മറ്റേ പരത്തിയിട്ടുള്ള മാവ് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തുറന്ന് പോകും, നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ കഴിയൂല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാൻ. ഞാൻ കണ്ടില്ല ഇപ്പോൾ ആ സൈഡിലേക്കൊക്കെ വീണത് നടുവിലേക്കൊക്കെ ആക്കിയിട്ട് ഒരേമാതിരി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയ്യേറ്റന്നെ ഒന്നിങ്ങനെ സെറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആക്കി കൊടുക്കാൻ കഴിയും. ഇനി മറ്റേ പത്തിരി എടുത്തുകാണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കട്ടോ. പത്തിരി പൊട്ടി പോകുമൊന്നുമില്ല, നല്ല ഇതിൽ തന്നെ നമുക്ക്
വെച്ചെടുക്കാൻ കഴിയും കേട്ടോ. ബാറ്ററീൻ്റെ ചാർജ് ലോ ആയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞില്ല, ഇന്ന് നേരം വൈകി, ഒരുപാട് നേരം വൈകിക്കണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് എപ്പോഴും ഒരേപോലെ ആവില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണിമുടക്കൽ വരും, തലവേദന, വയറുവേദന, കാലുവേദന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തലവേദന ഇരുന്ന്, അപ്പോൾ കുറേ നേരം കിടന്നു ഉച്ചക്ക്. അപ്പോൾ തലവേദനയൊക്കെ ഒന്ന് ഒരു ഗുളികയൊക്കെ കഴിച്ച് മാറിയതിൻ്റെ ശേഷം വന്നിട്ട് പിന്നെ ഒരു വീഡിയോ ഇടാഞ്ഞാൽ എന്നും ഇടാഞ്ഞാൽ ഒരു വെപ്രാളാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വീഡിയോ ഇടേണ്ട, മക്കളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിട്ട് വരുമ്പോൾ എന്തെങ്കിലും അവർക്കൊന്ന് കൊടുക്കേണ്ട, ചായക്കടി എന്നൊക്കെ ഉള്ള ഒരു ബേജാറായിക്കാരം. അപ്പോൾ പിന്നെ എണീറ്റുകാണ്ട് നമ്മളെ വയ്യായി ഒന്നും നമ്മൾ അമ്മമാരോ ഒന്നും നോക്കൂലല്ലോ. മക്കളെ കാര്യങ്ങളല്ലേ നമ്മൾ പ്രത്യേകിച്ച് നോക്കല്. നമുക്ക് വയ്യാന്നുണ്ടെങ്കിലും നമ്മൾ ഓടിപ്പാഞ്ഞിട്ട് അവരെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ നീച്ചിക്കാണ്ട് ഞാൻ അടുപ്പത്തേക്കൊക്കെ വന്നതാണ് കേട്ടോ. ഞാൻ ഇന്ന് വീഡിയോ ഇട്ടിട്ടില്ല എന്നൊക്കെ വിചാരിച്ച്, പിന്നെ ഒരു സമാധാനം ഇല്ല കേട്ടോ വീഡിയോ ഇടാഞ്ഞാൽ. എന്ന് നമുക്കിങ്ങനെ വീഡിയോ ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടാഞ്ഞാൽ എന്തോ ഒരു പോലെയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സാളെയും എല്ലാവരും ഒന്ന് കാണാഞ്ഞിട്ട് നിങ്ങളെ കമൻറ്റൊക്കെ പ്രത്യേക ഒരു മോട്ടിവേഷനാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കാണാഞ്ഞാൽ എന്തോ പോലെയാണ്. നിങ്ങൾ അയക്കണ ഓരോരോ കമൻറ്റും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ തരുന്നത്. നമ്മളെടുത്ത് നിന്നിട്ട് വർത്താനം പറഞ്ഞ മാതിരത്തെ ഒരു ഫീലിങ്സൊക്കെയാണ് എനിക്ക് കിട്ടൽ. അപ്പോൾ അതാ ഞാനിത് അപ്പച്ചമ്പക്കൊക്കെ വെച്ചിട്ട് മൂടി കൊടുത്തിക്കണം. ഒരു 20 മിനിറ്റ് മതി കേട്ടോ. 20 മിനിറ്റ് ആയാൽ തന്നെ നല്ലോണം സെറ്റായി കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ തീ കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം അത് സെറ്റായിക്കണോ ഇല്ലേന്നൊക്കെ ഉള്ളത്. ഇനി ഇത് എടുത്ത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഫാനിൻ്റെ കീഴിൽ കൊണ്ടുവച്ചിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. എന്നാലും ഒരുപാട് തണുത്തിട്ടൊന്നുമില്ല, എന്നാലും കട്ട് ചെയ്തിട്ട് നോക്കട്ടെ. നല്ല അടിപൊളി സ്നാക്സാണ്, നല്ല അടിപൊളി മണമാണ് വരുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഈ അടയും ഇതൊക്കെ ഇഷ്ടമാവണ കൂട്ടുകാരുണ്ടാവില്ലേ, നമ്മൾ വാഴൻ്റെ ഇലയിൽ ഉണ്ടാക്കിയ അട, പിന്നെ പൊടീനൻ്റെ ഇലയിൽ ഉണ്ടാക്കിയ അടയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടാവില്ല. അവർക്കൊക്കെ ഒരുപാട് അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കൈയൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ എടുത്തിട്ട് കാണിച്ചു തരട്ടെ. അത് എടുക്കാൻ കഴിയാത്ത അത്ര ചൂടാണ് ഇപ്പോഴും, പക്ഷേ നമുക്ക് നേരമില്ലല്ലോ. അപ്പോൾ ഇതാ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല സൂപ്പർ സ്നാക്സാണ്, അടിപൊളി സ്നാക്സാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു നല്ലൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് നാളെ വീണ്ടും വരണ്ട. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ